ഹലോ, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒറട്ടിയും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒറട്ടി ഉണ്ടാക്കുന്ന ദിവസം ഇതുപോലെ 2 പാനിൽ വെച്ചിട്ടാണ് അമ്മ ഒറട്ടി ഉണ്ടാക്കാറ്. അപ്പോൾ ജോലി പെട്ടെന്ന് ഈസിയാവും. അതുകൊണ്ട് രാവിലെ ഒറട്ടിയും നെയ്മൂക്കും അത് തന്നെയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കറി മുക്കി കൊടുത്തപ്പോൾ ആൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും കഴിച്ചു കേട്ടോ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ റെഡിയായി നിൽക്കുന്നത്. നെയ്മൂക്ക് വാക്സിനേഷൻ ഉണ്ട്. ഇപ്പോൾ 2 വയസ്സിൻ്റെ വാക്സിനേഷനാണ്, ടൈഫോയിഡിൻ്റെ. അപ്പോൾ ഞങ്ങൾക്കത് ഗവൺമെൻറ്റിൽ ഇല്ലാത്തതൊക്കെ പ്രൈവറ്റിൽ നിന്ന് എടുക്കും. അല്ലാത്ത പക്ഷം ബാക്കിയെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഇതിപ്പോൾ 2 വയസ്സിൻ്റെ വാക്സിനാണ്. അപ്പോൾ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ആശാട്ടി ഇതേ നേരെ വാക്സിനേഷൻ റൂമിൽ പോയി എന്നെ കുത്തിക്കോ എന്നുള്ള മട്ടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ നേഴ്സ് സിറിഞ്ച് എടുത്തപ്പോഴത്തേക്ക് അവിടെ നിലവിളിയും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു പാവം. എന്നിട്ട് അത് കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി, 1 മണിയായി. ഒന്നും ഉണ്ടാക്കാണ്ടേ പോയില്ല, ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കറികളൊക്കെ ഇന്നലത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുക്കാൻ അമ്മ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അമ്മ അതൊരു സൈഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ നിഹമോക്കും നൈനും കൂടെ ഒരു തട്ടിക്കൂട്ടി മഷ്റൂം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി പെട്ടെന്ന് ചടപടയെന്ന് ചെയ്തു. ആ ചടപട ചെയ്തപ്പോൾ എന്തൊക്കെയോ അബദ്ധങ്ങൾ പറ്റി കേട്ടോ. ആദ്യം മഷ്റൂം ഇട്ടതിൻ്റെ അകത്ത് ഞാൻ ആദ്യം വെജിറ്റബിളാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയാവോ, മഷ്റൂമിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരുമല്ലോ. പിന്നെ ഞാൻ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുത്തു. പക്ഷെ എന്തെന്നറിയില്ല, നമ്മൾ സമാധാനത്തിൽ ചെയ്ത് വെക്കുന്ന ഡിഷിനെയും കാട്ടി ഈ വെപ്രാളത്തിൽ ചെയ്യുമ്പോഴാണ് ഡിഷിന് ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. കാരണം ഇത് ഭയങ്കര ധൃതിയിൽ നിങ്ങളൊരു അരമണിക്കൂർ കൂടെ എടുത്തില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കി, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാമെന്ന് വിചാരിക്കരുത്, കൊള്ളായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടമായി. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ കുട്ടിക്ക് ഗ്രേപ്സ് ഒക്കെ കഴുകി കൊടുത്ത് മഞ്ഞപ്പൊടിയും വിനീഗറൊക്കെ ഇട്ട് കഴുകി കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും പുറത്ത് ഭയങ്കര മഴ, എല്ലായിടത്തും മഴ പെയ്തുമെന്ന് എനിക്കറിയില്ല, ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.